രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാടെണ്ണം സുവിശേഷങ്ങളിലുണ്ട്. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും സുവിശേഷത്തിന്റെ പുറങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ രോഗശാന്തി അത്ഭുതങ്ങൾ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഊമനായ ഒരു മനുഷ്യന്, ഒരു ഊമയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. കൈശോഷിച്ച മനുഷ്യൻ പള്ളിയിൽ വന്നു. കർത്താവ് അവന്റെ കൈക്ക് പിടിച്ച് ബലം കൊടുത്തു. കൈ മറ്റേ കൈ പോലെ തന്നെയായി. നടു വളഞ്ഞുപോയ ഒരു സ്ത്രീ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. നടു നിവർത്താൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. അവൾ നടുവിൽ വന്ന് നിന്നു. നടു നിവർന്നു. ഉണക്കച്ചെമ്മീൻ പോലെ 33 കൊല്ലം ബത്സയിദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോവുക. അവൻ എഴുന്നേറ്റ് പോയി. തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. അവൻ കിടക്കയുമെടുത്ത് നടന്നു. കർത്താവ് സൗഖ്യം കൊടുത്തവരൊക്കെ നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ വികലാംഗരായ മനുഷ്യരായിരുന്നു. ഡിസേബിൾഡ് പീപ്പിൾ. ഈ വികലാംഗർ എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേരാത്തൊരു ഭാഷയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന്റെ പേരൊക്കെ മാറ്റി. വികലാംഗർ എന്നുള്ള പദം KSRTC ബസ്സിൽ പോലും എന്ന് എഴുതുന്നില്ല. അംഗപരിമിതർ എന്നാണ് KSRTC ബസ്സിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഭിന്നശേഷി സൗഹൃദ സമൂഹമായി നമ്മുടേത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി പണിയുമ്പോൾ സ്റ്റെപ്പ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഭിന്നശേഷിക്കാർക്ക് കയറാനുള്ള റാമ്പ് ഉണ്ടാക്കണം. പബ്ലിക് ബിൽഡിംഗ് ഏതുണ്ടാക്കിയാലും അവിടെ ഈ ഭിന്നശേഷി സൗഹൃദമായിരിക്കണം എന്ന് നിയമത്തിൽ ആക്കിയ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഊമ എന്നുള്ള ഭാഷ പഴയ ഭാഷയാണ്. കണ്ണ് കാണാൻ പാടില്ലാത്തവനെ അന്ധൻ എന്ന് വിളിക്കാൻ പാടില്ല. വിഷ്വലി ഇംപയർഡ് എന്നാണ് അതിന്റെ പേര്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവന് ഊമയ്ക്ക് പറയുന്ന പേര് സ്പീച്ച് ഇംപയർഡ് എന്നാണ്. കേൾക്കാൻ പാടുള്ളവന് ബുദ്ധിമുട്ടുള്ളവർക്ക് വിളിക്കുന്ന പേര് ഹിയറിംഗ് ഇംപയർഡ് എന്നാണ്. ഇവരൊക്കെ ഭിന്നശേഷിക്കാരാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലാണ് അവരുടെ ശേഷി. എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ പഠിച്ചിരുന്നു സ്കൂളിൽ. അവന് മിണ്ടാൻ പറ്റില്ല, ചെവി കേൾക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല മിടുക്കനായിരുന്നു അവൻ. 4ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാവരും അവനെ പൊട്ടൻ പൊട്ടൻ എന്നാ വിളിച്ചിരുന്നത്. എന്താണ് ഈ വാക്കിന്റെ ഗൗരവം അന്ന് മനസ്സിലായില്ല. ഒരു ദിവസം അവന്റെ അമ്മയെ കണ്ടപ്പോ, എന്താ ഇന്ന് പൊട്ടൻ സ്കൂളിൽ വരാഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്ന് എന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, അവന്റെ പേര് പറഞ്ഞ് സംസാരിക്കേ, മോഹൻ എന്ന് പറയണം. അന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ഈ പൊട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ. നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്ന ചില ശീലങ്ങളുണ്ട്. ഈ ശീലങ്ങൾ അത്ര ശരിയാവണമെന്നില്ല. ഇന്ന് ഏതെങ്കിലും ഒരു തലത്തിലൊക്കെ വൈകല്യം ബാധിച്ച മനുഷ്യരെ ബോഡി ഷെയ്മിങ് നടത്തുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് വലിയ അപരാധമായി കണക്ക് കൂട്ടുന്ന നിയമമുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു മാനസിക വ്യവസ്ഥ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ പേരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ വിശാല മനസ്സ്, അതേത് ഗണത്തിൽപ്പെട്ടവരുമാവട്ടെ, അവരെയൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു യേശുവിന്റെ ശൈലി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. യേശു ആ മനുഷ്യനെ അനുഗ്രഹിച്ചു. പിശാച് വിട്ടുപോയി. ഇവൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സംസാരത്തിനുള്ള തടസ്സം എന്ന് പറയുന്നത് പിശാചാണെന്നൊരു സൂചന ഇതിനകത്തുണ്ട്. എന്താണ് പിശാച്? കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് അവിടുത്തെ ദൈവത്തിന്റെ കരം വെച്ചിട്ടാണ്. അത് പുതിയ ബൈബിളിൽ, POCയുടെ പുതിയ ട്രാൻസ്ലേഷനിൽ, ഞാൻ ദൈവത്തിന്റെ വിരൽ കൊണ്ട് സൗഖ്യം കൊടുക്കുന്നു എന്നാ പറഞ്ഞത്. വിരൽ കൊണ്ട്. ദൈവത്തിന്റെ വിരൽ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അശുദ്ധാത്മാക്കളൊക്കെ വിട്ടുപോകും. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോകുന്നു.
എന്തുകൊണ്ട് ഈ ഊമൻ സംസാരിച്ചില്ല എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഊമയായ മനുഷ്യൻ സംസാരിക്കാൻ കഴിവില്ലാതെ പോയ ഒരു വ്യക്തി എന്നതിനേക്കാളേറെ ഇടയ്ക്ക് വെച്ച് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവനാണെന്നാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു, സങ്കീർത്തനത്തിൽ നമ്മൾ പാടും. പക്ഷെ ഈ സഹോദരങ്ങൾ വലിയ ലോകത്തിലായിരുന്നു. അല്പം സ്വത്തിന്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ അപ്പൻ അവന് കൂടുതൽ കൊടുത്തു എന്നൊരു പരാതി ഉള്ളതിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ പരിഭവം തുടങ്ങി. പിന്നീട് വലിയ ശത്രുക്കളായി മാറി. പരസ്പരം സംസാരിക്കാത്ത സഹോദരങ്ങളുടെ ഒരു കഥയാണിത്. ഇവിടെ ഇവർ ഊമയായി മാറാൻ കാരണം അശുദ്ധാത്മാവാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സംശയവും ഇല്ല. എവിടെ ദുരാഗ്രഹം വരുന്നോ, എവിടെ സ്വാർത്ഥത കുമിഞ്ഞുകൂടുന്നുവോ, എവിടെ സഹോദര സ്നേഹം നഷ്ടപ്പെടുന്നുവോ, അവിടെ ദുരാത്മാവ്, ദുഷ്ടാത്മാവ് ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടും. ഈ സംസാരം, ഹൃദയത്തിന്റെ ഒത്തൊരുമ നഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലാവട്ടെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവട്ടെ, അയൽവാസികളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അവിടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഒരു സൂചന. ദൈവത്തിന്റെ വിരൽ, ഇടപെടൽ ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യ ഭാവം. ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ്. അനുഗ്രഹം നിറഞ്ഞു കവിയുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അനുഗ്രഹം നമ്മൾ അറിയാതെ വരും. ഈ ഭൂമിയും സകല പ്രപഞ്ചവും നമ്മെ അനുഗ്രഹിച്ച് നമുക്ക് കൂട്ടുനിൽക്കും. കാരണം ഇവിടെ ഹൃദയത്തിന്റെ ഐക്യമുണ്ട്. ഹൃദയത്തിന്റെ ഐക്യമില്ലാത്തിടത്ത് എപ്പോഴും ഭയം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവൻ എനിക്ക് പാരമണിയുമോ, ശത്രുതയാവുമോ, ഒറ്റുകൊടുക്കുമോ എന്നുള്ളൊരു ഭയമാണ് നമ്മളെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു. ഒരുപക്ഷെ ഈ പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആഘോഷമാണ്. ഈ പള്ളിയിലെ മാത്രമല്ല, ഈ നാടിന്റെ, പ്രദേശത്തിന്റെ മുഴുവൻ ഉത്സവമാണ് പള്ളിപ്പുറത്ത് അമ്മയുടെ തിരുനാൾ, സ്വർഗാരോപിതമായ അമ്മയുടെ തിരുനാൾ. ഈ അമ്മ നമ്മുടെ മുമ്പിൽ സമ്മാനിക്കുന്നത് ഈ സ്നേഹത്തിന്റെ സുന്ദര ലാവണ്യത്തിന്റെ കഥകളാണ്. ഞാൻ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്, തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച സ്ത്രീ എന്നത് മാത്രമാണ്. എല്ലായ്പ്പോഴും അമ്മ അങ്ങനെയായിരുന്നു. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ, കാനായിലെ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ, തുടർന്നുള്ള യേശുവിന്റെ ജീവിതത്തിൽ പങ്കെടുക്കുമ്പോൾ, അവസാന കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും അതിനുശേഷം സ്ലീഹന്മാരുടെ കൂടെ നിൽക്കുമ്പോഴും ഒക്കെ അവൾ അന്വേഷിച്ചത് സ്വന്തം കാര്യമല്ല, യേശുവിന്റെ കാര്യമാണ്, ശിഷ്യരുടെ കാര്യമാണ്, സഭയുടെ കാര്യമാണ്. ഇന്നും നമ്മുടെ കാര്യത്തിൽ തൽപരയായ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം സുഖം, സൗകര്യം ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന അമ്മ. അവൾ പറഞ്ഞ 2 വാചകങ്ങൾ. ഒന്ന്, മകനെ അവർക്ക് വീഞ്ഞില്ല. 2, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അമ്മ വായ തുറന്നു പറഞ്ഞ 2 വാക്കുകളാണിവ. ഒന്ന്, മകനെ അവർക്ക് വീഞ്ഞില്ല. ആരെങ്കിലും ഈ അമ്മയോട് ആവശ്യപ്പെട്ടോ, ഞങ്ങളുടെ കാര്യം ഒന്ന് യേശുവിനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന്? അവിടെ ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അമ്മയെ വിളിച്ചു പറഞ്ഞു? ഇല്ല, ആരും പറഞ്ഞില്ല. പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവളാണ് അമ്മ. ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഈ സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ. വ്യക്തിപരമായി എനിക്ക് പറയാൻ എൻ്റെ ജീവൻ രക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ കടപ്പാടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അപകടത്തിൽ നിന്ന്, അലിയക്കയുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ കഥ. ഈ അലിയക്കയുടെ വെടിയുണ്ടയുമായി മേരി മജോറി ദേവാലയത്തിൽ ജോൺ പോൾ രണ്ടാമൻ ആശുപത്രിയിൽ നിന്ന് നേരെ പോയത് ഈ പള്ളിയിലേക്കാണ്. അവിടെ മാതാവിന്റെ കിരീടത്തിൽ ഈ വെടിയുണ്ട സമർപ്പിച്ച് പ്രാർത്ഥിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ കാക്കും, പരിപാലിക്കും. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മ ഇന്നും നമ്മുടെ കാര്യം ദൈവത്തിന്റെ മുമ്പിൽ ഉണർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രശ്നവും ഏറ്റെടുക്കാനുള്ള ഹൃദയവുമായി ഈ അമ്മയുണ്ട്.
ഡോസ്റ്റോവിസ്കിയുടെ കഥയിലെ സോണിയയെ പോലെയാണ്. അവളുടെ വീട്ടില് പ്രാർത്ഥന കഴിയുമ്പോൾ സോണിയ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിന് എന്തു പറ്റി? ഈ നാട്ടിൽ ആര് വേദനിച്ചാലും ആർക്ക് സങ്കടമുണ്ടായാലും നമുക്കൊക്കെ സങ്കടമുണ്ടാകാൻ, നമ്മുടെ വീട്ടിൽ സങ്കടമാകാൻ കാരണം എന്താണ്? ഇതാണ് അവരുടെ പ്രശ്നം. മറ്റുള്ളവരുടെ വിഷമം സ്വന്തം വിഷമമായിട്ട് ഏറ്റെടുക്കുന്നത്. ഇതാണ് സംസ്കാരത്തിന്റെ ഒരു ലക്ഷണം. വാൽമീകിയിൽ നിന്ന് കാട്ടാളനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള ദൂരമാണ് സംസ്കാരം എന്നൊരു എഴുത്തുണ്ട്. കാട്ടാളനായ മനുഷ്യൻ പിന്നീട് തിരിച്ചറിവുണ്ടായി വാൽമീകിയായിട്ട് മാറി. ഒരു മൺപുറ്റിനുള്ളിൽ ധ്യാനിച്ചിരുന്ന് തപസ്സിരുന്ന് അവസാനം അറിവിന്റെ മഹാസാഗരവുമായി ഒരു പുതിയ മനുഷ്യനായി ഇതിൽ നിന്ന്, ഈ ചിതൽപുറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാൽമീകിയുടെ ദർശനം. ഇയാൾ ഇത്രയും നാൾ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യൻ. ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ പക്ഷിയെ കാട്ടാളൻ എയ്ത് വീഴ്ത്തുന്നത് കണ്ട് ആ അമ്പ് തറയ്ക്കുന്നത് പക്ഷിയുടെ കണ്ണിലല്ല, എന്റെ ഹൃദയത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷമുണ്ട്. ഇതാണ് സംസ്കാരത്തിന്റെ വികാസം. പരിശുദ്ധമ്മയെ ആരും പഠിപ്പിക്കാതെ അമ്മ തിരിച്ചറിഞ്ഞത് ഈ സത്യമാണ്. അവരുടെ വേദന സ്വന്തം വേദനയായി തിരിച്ചറിഞ്ഞ് മകനോട് അവൾ പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മറിയം പറഞ്ഞു, ഞാൻ പറയുന്നതല്ല, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ജനത്തിന്റെ വേദന യേശുവിനോട് പറയാനും യേശുവിനെ അനുസരിക്കാൻ ജനങ്ങളോട് പറയാനും, ഇതാണ് പരിശുദ്ധ അമ്മ അന്നും ഇന്നും ചരിത്രത്തിൽ എല്ലായിടത്തും ഫാത്തിമയിലും ലൂർദിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ മടിയിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്. ഈ അമ്മയുടെ കരങ്ങളിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. ഈ അമ്മയുടെ മധ്യസ്ഥം തേടിയാണ് അനേകായിരങ്ങൾ ഈ ആലയത്തിലേക്ക് ഓടിയെത്തുന്നത്. പരിശുദ്ധ അമ്മ അനുഗ്രഹത്തിന്റെ വലിയ നിറവ് നമുക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചനം കൊണ്ട് സൗഖ്യം നൽകിയ ഈശോ മിശിഹ ഊമയായ മനുഷ്യന് സംസാരശക്തി വീണ്ടുകൊടുത്ത് ആത്മാവിന്റെ അഭിഷേകം കൊടുത്തവൻ, ഈ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയുമായി നമുക്ക് കുർബാന തുടരാം. എഴുന്നേക്കാം.